ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഫേസിനുള്ള ഹെൽത്ത് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ ഏജിങ് കൂടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഓക്കെ നമ്മുടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫേസ് എക്സസൈസ്, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി ചെയ്യാൻ കഴിയുന്ന, ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസും ഫേസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും അതുപോലെ ഫേസ് യോഗയും കൂടെ, അതും ചെറിയ രീതിയിലാണ്. ഞാൻ ആദ്യം തന്നെ പറയാമല്ലോ, ഞാനൊരു ഫേസ് യോഗ ട്രെയിനറോ അല്ലെങ്കിൽ ടീച്ചറോ ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളോടങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ ഒന്നും പഠിക്കാതെ ഞാൻ വന്നിരുന്ന വീഡിയോ ചെയ്യത്തില്ല. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, പറ്റുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുള്ള ഫേസ് എക്സസൈസും അതുപോലെ യോഗയുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആധികാരികമായിട്ട് യോഗയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടീച്ചറോ ട്രെയിനറോ ഒന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എനിക്കതിൽ നിന്നും ഒത്തിരിയധികം നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, എൻ്റെ വളരെ ചെറിയ അറിവിൽ നിന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഫേസ് യോഗ എക്സസൈസ് ഒക്കെ പലരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നേരത്തെ ഒന്നും അങ്ങനെ ഒരു കാര്യത്തിലോട്ട് ആരും അത്ര കോൺസെൻട്രേഷൻ കൊടുക്കാതിരുന്ന വിഷയമാണ്. പക്ഷേ നമ്മളെ വെയിറ്റ് കുറയ്ക്കുന്നത് പോലെ തന്നെ അത്രയും അതിനേക്കാളേറെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. മുന്നേ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ തന്നെ നോക്കിയാൽ തന്നെ എനിക്ക് തന്നെ പേടി തോന്നും. അത്രയ്ക്കും ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും ഞാനത് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചബ്ബി ആയിട്ടുള്ള ഫേസാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറേ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നീര് വന്നിട്ട് ഫേസ് ഇങ്ങനെ വീർത്തിരിക്കുന്നത് പോലെ കാണുമ്പോൾ എനിക്ക് തന്നെ അത് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒത്തിരി മാറ്റം വരണമെന്ന് എനിക്കും തോന്നി. കാരണം ബോഡി വെയിറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറയ്ക്കാം, പല വഴികളുണ്ട്. പക്ഷേ അതുപോലെ നമ്മുടെ ഫേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞിട്ട് ഫേസ് അതുപോലെ തന്നെ ചബ്ബിയായിട്ട് ഇരിക്കുന്നത് പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഫേസിന് എന്ത് ചെയ്യണം, നമ്മൾ ബോഡിക്ക് ചെയ്തു, ബോഡി നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഫേസ് മാത്രം വീർത്തിരിക്കുന്നു, എന്ത് ചെയ്യാമെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഫേസിന് എക്സസൈസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ പ്രാണായാമം ചെയ്യുക. പ്രാണായാമത്തിൻ്റെ ആധികാരികമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അതിൽ തന്നെ പല രീതിയിലുള്ള യോഗയുണ്ട്. പ്രാണായാമം തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഞാൻ ചെയ്യാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഡെയിലി അത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ചില ദിവസങ്ങളിൽ അത് വിട്ടുപോകാറുണ്ട്. എന്നാലും പറ്റുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതിന് പല രീതികളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം അതിൽ മിസ്റ്റേക്സ് വരാം. നമ്മൾ അതായത് ഒരു കയ്യിൽ തന്നെ ഫുൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രാണായാമം ചെയ്യാതെ പിന്നീട് ചെയ്ത്, തുടക്കക്കാർ ഒരു നോസിൽ നിന്ന് മാത്രം ഇൻഹെയിൽ ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കറക്റ്റ് നിവർന്ന് നല്ല കറക്റ്റ് സ്ട്രക്ചറിൽ നിവർന്നിരുന്നതിന് ശേഷം ഷോൾഡറൊക്കെ ഫുൾ റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും ഇരുന്ന് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് വേണം പ്രാണായാമം ചെയ്യാനായിട്ട്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാലോ. അതുകൊണ്ട് അത് വളരെയധികം നല്ലതാണ് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും, നമ്മുടെ ഫുൾ ബോഡി ഫുൾ ഹെൽത്ത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രാണായാമം. അതുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് എക്സസൈസും. ഫസ്റ്റ് നിങ്ങളുടെ ബോഡിക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നതായി കഴിഞ്ഞാലും ഫേസിന് വേണ്ടിയിട്ടായി കഴിഞ്ഞാലും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുക. നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് തന്നെയാകുക, മസ്റ്റായിട്ട്. അതിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമെങ്കിലും നിങ്ങൾ കഴിയുന്നതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിറയെ വെള്ളം കുടിക്കുക. അത് നമ്മുടെ ഒത്തിരിയധികം ഒരുപാട് ഗുണങ്ങൾ വെള്ളത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് നമുക്ക് ഒരിക്കലും നമ്മുടെ ഏജിനെ കുറിച്ച് ബോധേഡാവുന്ന, ഒരുപാട് ഏജ് കൂടുന്നതനുസരിച്ച് പേടി തോന്നുന്ന, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ പോലും നമ്മളിപ്പോൾ പേടിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഏജ് എന്തൊക്കെ നമ്മൾ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏജ് കൂടും. നമ്മുടെ ഏജിനെ ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല, അല്ലേ? അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ കൂടുകയും കുറയുകയല്ല കൂടും. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബോഡി ആയിക്കഴിഞ്ഞാലും ഫേസ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഹെൽത്ത് ആയാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്
ഭയങ്കരമായിട്ട് സാഗിങ് ആവാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ കഴുത്തിലാണ് പെട്ടെന്ന് ആ ഒരു മാറ്റം അറിയാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് ലൈൻസ് വരാൻ തുടങ്ങും. ഫേസ് ഭയങ്കരമായിട്ട് സാഗിങ് ആകാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മുടെ ഏജ് കൂടുന്നത് കൊണ്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുന്നത്. ചിലർക്ക് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മുടെ ഫേസിൽ മാറ്റം വരാം. ചിലരിങ്ങനെ എപ്പോഴും നെറ്റി ചുളിക്കുന്ന, എനിക്കുണ്ട് അങ്ങനെ ഒരു സ്വഭാവം. അങ്ങനെയുള്ളവർക്ക് ഇവിടെയൊക്കെ ലൈൻസ് പെട്ടെന്ന് വരും. നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്നവർക്ക് ആ ലൈൻസൊക്കെ വരുന്നത് വളരെ താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഏജിങ്ങിന് ഈ ഒരു യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് കുറേ അധികം, അപ്പോൾ ഞാൻ പലരുടെയും വീഡിയോസിനിടയിൽ പലരും കമൻസ് ഇടുന്ന കണ്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഫിലിം സ്റ്റാർസിന്, ആക്ടേഴ്സിന്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു യോഗ ചെയ്തിട്ട് അവർക്ക് ഏജ് കുറച്ച് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഏജ് കുറയും അല്ലെങ്കിൽ ഏജ് കൂടാതെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നല്ല. നമുക്കതുകൊണ്ട് ഒരുപാടധികം ഫേസിന് ഗുണങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കത് നിന്ന് കാണാൻ സാധിക്കും. കുറേയൊക്കെ നമുക്ക്, അതായത് ഏകദേശം ഒരു ഏജ് ആകുന്നത് വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു യോഗയും എക്സസൈസും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് വിചാരിക്കരുത്, നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ അങ്ങനെ പോയി ചെയ്യരുത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറേ കാലം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരിക്കലും ഏജ് നമുക്ക് പിടിച്ച് നിർത്താനോ കുറയ്ക്കാനോ പറ്റില്ല. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറയാതെ വീഡിയോ സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, ഇതൊക്കെ ഒരു 10 times ഒക്കെ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. എനിക്ക് അത്രയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാനൊരു 1-2 തവണ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേഗം തന്നെ കാണിച്ചു പോകാം. നിങ്ങളത് 10 times 15 times ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നെക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്കത് കോമഡി ആയിട്ട് തോന്നുമായിരിക്കും. ഞാൻ ഇതിനിടയിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ നെക്കിന് വേണ്ടി ചെയ്യുന്നത്, ഇത് നമുക്ക് ഫേസിൻ്റെ ഷേപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഉള്ളവർക്ക് ഒത്തിരി അധികം ഈ ഒരു തൈറോയ്ഡ് കുറയ്ക്കാൻ വേണ്ടി, നോർമൽ ആവാൻ വേണ്ടി ഒത്തിരി അധികം. എനിക്ക് തൈറോയ്ഡ് വന്നിട്ടാണ് വേഗം തന്നെ പെട്ടെന്ന് തന്നെ ബോഡി ആയിക്കഴിഞ്ഞാലും തടി കൂടിയതും അതുപോലെ ഫേസ് അത്രയും ചബ്ബി ആയതും ഒക്കെ ഈ ഒരു തൈറോയ്ഡ് പെട്ടെന്ന് വന്നിട്ട് ഉണ്ടായ മാറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തൈറോയ്ഡിന് വേണ്ടിയിട്ടും രണ്ടിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനിടയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കണം. അത്രത്തോളം നമുക്കിങ്ങനെ മുറുകി വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് റൂഫിലേക്ക് നോക്കിയിട്ട് കിസ് ചെയ്യുക, ചിരിക്കുക. അങ്ങനെയാണ്. കാണുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കതിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ട്, കഴുത്ത് നമ്മൾ ഒത്തിരി അധികം പ്രസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒത്തിരി പ്രസ് ചെയ്യാൻ പാടില്ല. കഴുത്തായതുകൊണ്ട് ഇത് വളരെ സ്ലോ ആയിട്ട്, വളരെ നൈസായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് പറയേണ്ട കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസിൽ നമ്മൾ ഈ യോഗ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഒന്നുകിൽ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് മാത്രം, ഒരിക്കലും ഡയറക്റ്റ് ഫേസിലോട്ട് നിങ്ങൾ ഒരുവിധ യോഗയോ എക്സസൈസോ ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഇത് രണ്ടിലേതെങ്കിലും യൂസ് ചെയ്തിട്ട്, ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ പിമ്പിൾസ് വരാനൊക്കെ ഒത്തിരി അധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് മാത്രമേ അപ്ലൈ ചെയ്തതിന് ഫേസ് ആദ്യം ഫസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു എക്സസൈസോ യോഗയോ ചെയ്യുക. അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കുക, വിട്ടുപോകരുത്. ഞാനിപ്പോൾ മോയ്സ്ചറൈസറാണ് ഇട്ടേക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു എക്സസൈസൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്കിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ കോളർ ബോൺ. അല്ലേ, കോളർ ബോൺ എന്ന് പറയുന്നത്, എനിക്ക് കോളർ ബോൺ ഒന്നും കാണാതെ ആയിട്ട് ഒരുപാടധികം വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ കോളർ ബോണിലും നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ഈ ഒരു 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബ്യൂട്ടി ബോണാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ആ ഒരു കോളർ ബോൺ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരുന്നത് നമ്മുടെ ഫേസിലേക്കാണ് വരുന്നത്. ഫേസിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഫിംഗേഴ്സാണ്, നമ്മൾ വേറെ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് യോഗ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ ഫിംഗേഴ്സാണ്
ഏറ്റവും അധികം വളരെയധികം റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങളിങ്ങനെ ഒന്ന് ഫേസിൽ ടാപ്പ് ചെയ്തെങ്കിലും കൊടുക്കുക. ജസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഫേസിനുള്ള ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഏജിങ് ഫേസിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എപ്പോഴും ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ടാപ്പ് ചെയ്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് തന്നെ പല രീതിയിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെ ചെയ്യാം. ഇനി ഇതിനെ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഡബിൾ ചിന്നൊക്കെ പോകാൻ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ തോന്നും. അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല, ഞാൻ പറയുകയാണ്. ഒരുപാട് നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ കുറേ കാലം ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അത് ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നെക്കിൻ്റെ കാര്യം പറഞ്ഞു, കോളർ ബോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. നമ്മുടെ ചെവി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഭാഗമാണ്. ഒരിക്കലും നിങ്ങളെ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എപ്പോഴും ചീക്സ് ഇങ്ങനെ മുകളിലേക്കാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ണിന് താഴെയായിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഇവിടെ ഒരു കുഴിവ് പോലെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണിൻ്റെ ഇവിടം വരെ കൊണ്ടുപോകണം. ഓക്കെ, ഫിംഗേഴ്സ് അതുവരെ കൊണ്ടുപോകുക ഇങ്ങനെ. ഓക്കെ, അടുത്ത് ഐബ്രോ നമുക്ക് ഇങ്ങനെ നമ്മൾ ഐബ്രോ എങ്ങനെയാണോ വരയ്ക്കുന്നത്, ഐബ്രോ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, അതങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ നോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ കണ്ണ് റിലാക്സ് ചെയ്ത് ഇതൊക്കെ പതിയെ സ്ലോലി ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു ഐസ് ബാഗോ അല്ലെങ്കിൽ ഐസ് ഡയറക്റ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ണിന് റിലാക്സും കണ്ണിന് എപ്പോഴും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. എക്സസൈസും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും എക്സസൈസ് മാത്രമല്ല വേറെയും എക്സസൈസ് ചെയ്യാറുണ്ട്. ഫിഷ് കട്ട് എന്ന് പറയും. അത് നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ ആരെയും കണ്ടിട്ടല്ല കേട്ടോ അങ്ങനെ കാണിക്കരുത്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ഒത്തിരി ലെങ്ത് ആയിപ്പോയതാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറയുന്നത്. അത് ഞാൻ ചെയ്യാറുണ്ട്. ഇനി അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എക്സസൈസ് ആയിക്കഴിഞ്ഞാൽ ഫേസിനുള്ള യോഗ ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും നമ്മളിപ്പോൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ആകുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യുക, അത്ര മാത്രമേ വേണ്ടൂ. ഇങ്ങനെ 2 seconds ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ലെഫ്റ്റും റൈറ്റും ഇത്രയുമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി എന്തൊക്കെയോ ഉണ്ട്, ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകും. നിങ്ങളുടെ ഫേസിൻ്റെ ചേഞ്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, വർക്ക് ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഒത്തിരി അധികം ഹെൽപ്ഫുള്ളാകും. അങ്ങനെ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.